യാ അപ്പം ഇനി നമുക്ക് എന്താ ബാക്കിയുള്ള നെക്സ്റ്റ് എന്താ റിട്ടയർമെന്റ് എന്താണോ അഡ്മിഷന്റെ കേസിൽ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് എനിക്കിപ്പോ റിട്ടയർമെന്റ് കേസിലും പറയാനുള്ളത്. അതായത് നമ്മൾ അഡ്മിഷനിൽ പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഒരു പാർട്ണർ എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. സ്റ്റിൽ അവിടെ സംഭവിക്കുന്ന എന്താ, അതായത് ഓൾറെഡി ഇത്രയും കാലം ആ കമ്പനിയിൽ ഉണ്ടായ ഓണർഷിപ്പ് പാറ്റേണിൽ എന്ത് വരികയാണ്, ഒരു ചേഞ്ച് വരികയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ആ ചേഞ്ച് കാരണം ഞാൻ ഇന്നലെ അഡ്മിഷന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്ക് സാക്രിഫൈസ് സംഭവിക്കും, കുറച്ച് പേർക്ക് എന്ത് സംഭവിക്കും, ഗെയിന് സംഭവിക്കും. അപ്പൊ ആ ഒരു പാറ്റേൺ ഓണർഷിപ്പ് പാറ്റേൺ മാറുന്നത് കാരണം. ബട്ട് ഇത്രയും കാലം അവർ ഏത് പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണോ ആ പാറ്റേണിന്റെ റിസൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ റിസർവ്സ്, അതുപോലെ തന്നെ അവരെ ആ ഒരു ഓറ, ഗുഡ് വില്, ഓക്കെ. അതേപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് ബുക്കിൽ റെക്കോർഡ് ചെയ്യാതെ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഓക്കെ. നെറ്റ് വർത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചേഞ്ച്, ഓക്കെ. ഇതൊക്കെ ഇപ്പം ഉള്ള ഓണർഷിപ്പ് എങ്ങനെയാണ്, ആ ഓണർഷിപ്പ് പാറ്റേണിന്റെ ബേസിലാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടേണ്ടത്. ബട്ട് റിട്ടയർ ആവുന്ന സമയത്തും ഒരാൾ പോവുകയാണ്, അപ്പൊ മറ്റുള്ളവർക്ക് ഓണർഷിപ്പ് പാറ്റേൺ അവിടെ മാറുന്നുണ്ട്, ഓക്കെ. അപ്പൊ അഡ്മിഷന്റെ കേസ് സംഭവിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞത്, അവിടെ നമുക്കറിയാം അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ട്ണർ അല്ലെ, അവിടെ നമുക്കറിയാം അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ട്ണർക്ക് എന്തായാലും എന്ത് സംഭവിക്കും, ഗെയിൻ ആണ്. അയാൾ ഇത്രയും കാലം ഈ ബിസിനസ്സിൽ ഉണ്ടായില്ല, ഇനി അങ്ങോട്ടേക്ക് അയാൾക്ക് ഈ ബിസിനസ് കാരണം ഈ ബിസിനസ്സിന് കിട്ടാൻ പോകുന്ന എല്ലാം അയാൾക്ക് ഗെയിൻ ആണ്, ഓക്കെ. ബട്ട് അപ്പം എന്താ, അവിടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൽ കുറച്ച് ആൾക്കാർക്ക് എന്ത് സംഭവിക്കും, സാക്രിഫൈസ് സംഭവിക്കും അല്ലെ. എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ രണ്ടാൾക്കാരാണ് ഓൾറെഡി ഉള്ളത്, പുതുതായിട്ട് മൂന്നാമത്തെ ഒരാൾ വരുന്ന സമയത്ത് ചിലപ്പം ഒന്നാമത്തെ ആൾക്ക് സാക്രിഫൈസ് സംഭവിക്കുന്നത്, ചിലപ്പോൾ രണ്ടാമത്തെ ആളായിരിക്കും മൊത്തം സാക്രിഫൈസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് ആർക്കും ഇനി കിട്ടാൻ പോവാ, പുതുതായിട്ട് വരുന്ന അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ട്ണർക്കായിരിക്കും, ഓക്കെ. അപ്പൊ നമ്മൾ ഈ യൂണിവേഴ്സൽ ലോ ആണ്, അതായത് ഈ യൂണിവേഴ്സിൽ നമുക്കറിയാം എവിടെയും ഒരാൾക്ക് ലാഭം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് സംഭവിക്കണം, നഷ്ടം സംഭവിക്കണം. അതാണ് ഈ യൂണിവേഴ്സിന്റെ ലോ എന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് ഒരാളടുത്ത് നിന്ന് പൈസ പുറത്തേക്ക് വരാണ്ട് മറ്റൊരാൾക്ക് എന്ത് കിട്ടൂല, പൈസ കിട്ടൂല. അങ്ങനെയാണ് ഈ യൂണിവേഴ്സ് എന്ത് ചെയ്തു വെച്ചിട്ടുള്ളത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഓക്കെ. അതേപോലെ തന്നെയാണ് റിട്ടയർമെന്റ് ഏജിന് സംഭവിക്കുന്ന സമയത്ത് റിട്ടയർ ആവുന്ന പാർട്ട്ണർക്ക് ഇനി അങ്ങോട്ടേക്ക് ഒന്നും കിട്ടില്ല, കാരണം അവർ ഈ ബിസിനസ് നിന്ന് പോവുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് അയാൾ സാക്രിഫൈസ് ചെയ്യുകയാണ്, ഓക്കെ. അയാൾക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ കിട്ടില്ല, ഓക്കെ. സാക്രിഫൈസ് സംഭവിക്കുന്ന സമയത്ത് ഓൾറെഡി ബാക്കിയുള്ള റിമൈനിങ് പാർട്ട്നേഴ്സ് ഇല്ലേ, റിമൈനിങ് പാർട്ട്നേഴ്സിലെ കുറച്ച് ആൾക്കാർക്ക്, ചിലപ്പോൾ എല്ലാവർക്കും പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമായിരിക്കാം എന്ത് സംഭവിക്കുന്നത്, ഗെയിന് സംഭവിക്കുന്നത്, ഓക്കെ. അപ്പം ഇയാളും കൂടി, ഈ റിട്ടയർ ആവുന്ന ആളും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്തത്, റിസർവ്സ് ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന വേരിയേഷൻസിൽ വരാൻ പോകുന്നത് ആർക്കും കൂടി അവകാശപ്പെട്ടതാ, ഈ പാർട്ട്ണർക്കും കൂടി അവകാശപ്പെട്ടില്ല. അപ്പൊ അയാള് ആ കിട്ടാനുള്ള എമൗണ്ട് ഒക്കെ വാങ്ങിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുള്ളൂ, പോകുള്ളൂ, ഓക്കെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് വെച്ച ആ ക്യാപിറ്റൽ എമൗണ്ട് അല്ലെ, അത് ഓൾറെഡി കൃത്യമായിട്ട് ഓരോരുത്തരുടെ പേരിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിട്ടയർ ആകുന്ന പാർട്ട്ണർ പോകുന്ന സമയത്ത് അയാളെ ക്യാപിറ്റൽ എത്രയാണോ അയാൾക്ക് പൈസ ഉള്ളത് ആ പൈസ വാങ്ങിയിട്ട് അയാൾ പോവുള്ളൂ. അതേപോലെ അയാൾക്ക് ഇതുവരെ കൊടുക്കാണ്ട് വെച്ച് അയാളും കൂടി കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറെ പ്രോഫിറ്റ് എവിടെയുണ്ട് ഇപ്പോഴും വീതിക്കാതെ, എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ എവിടെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റിസർവ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിസർവ്സിൽ നിന്ന് അത് എന്ത് ചെയ്യും, അയാൾ അതിന്റെ ഷെയറും കൂടി വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യുകയുള്ളൂ, ബിസിനസ്സിൽ പോവുകയുള്ളൂ, ഓക്കെ. നെക്സ്റ്റ് എന്താ, നമുക്ക് കാണാൻ പറ്റാത്ത നമ്മൾ എന്തുണ്ട്, ഗുഡ് വിൽ ഉണ്ട് അല്ലെ, ഗുഡ് വിൽ ഉണ്ട്, ഓക്കെ. ആ ഗുഡ് വില്ല് കാരണം ഇനി അങ്ങോട്ടേക്കും ഈ ബിസിനസ്സിന് പ്രോഫിറ്റ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ഗുഡ് വില്ല് ജനറേറ്റ് ചെയ്യാൻ ആരെ കഷ്ടപ്പാടും ആരെ വിയർപ്പും കൂടി അതിൽ ഇൻക്ലൂഡ് ആണ്, ഈ റിട്ടയർ ആവണ. അപ്പം ആ ഗുഡ് വില്ല് കാരണം ഉണ്ടാവാൻ പോകുന്ന, ജനറേറ്റ് ആവാൻ പോകുന്ന പ്രോഫിറ്റിന്റെ ഷെയർ ഇനി മുതൽ ആർക്ക് കിട്ടില്ല, ഈ റിട്ടയർ ആവുന്ന പാർട്ട്ണർക്ക് കിട്ടില്ല. അപ്പൊ ആ റിട്ടയർ ആവുന്ന പാർട്ട്ണർ അയാൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഗുഡ് വില്ലിന്റെ ഒരു ഷെയർ ആർക്ക് വേണം, പോകുന്ന സമയത്ത് അയാൾക്ക് അതിന്റെ ഒരു പൈസ പോലെ ഒരു എമൗണ്ട് വേണമെന്ന് അയാൾ പറയും. അപ്പൊ ഗുഡ് വില്ല് കണ്ടുപിടിക്കുക, അയാളുടെ ഷെയർ എന്ത് ചെയ്യണം, കൊടുക്കണം, ഓക്കെ. ആരാ കൊടുക്കുക, അത് ഗുഡ് വിൽ എന്ന് പറഞ്ഞ സാധനം, റിസേർവ്സ് എന്ന സാധനം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ട്, അതെടുത്തിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഗുഡ് വിൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവണം എന്നില്ല, ഓക്കെ. അപ്പൊ അത് ആര് കൊടുക്കണം, ഞാൻ ഇന്നലെ പറഞ്ഞ അതേ റൂൾ തന്നെ, ഏത് പാർട്ട്ണർക്കാണോ ഗെയിൻ വരുന്നത് ആ ഗെയിൻ വരുന്ന പാർട്ട്ണർ ആണ് ആർക്ക് കൊടുക്കേണ്ടത്, ഈ സാക്രിഫൈസ് ചെയ്യുന്ന റിട്ടയറിംഗ് പാർട്ട്ണർക്ക് അയാളുടെ ഷെയർ കൊടുക്കേണ്ടത്, ഓക്കെ. എങ്ങനെയാണോ ഗെയിൻ വരുന്നത്, ഓക്കെ. അപ്പൊ ഇന്നലെ എന്താ, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ള പാർട്ട്ണർക്ക് ഇന്നലെ സാക്രിഫൈസ് ആണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഓക്കെ. അഡ്മിഷന്റെ സമയത്ത് സാക്രിഫൈസ് ആണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ബട്ട് റിട്ടയർമെന്റിന്റെ സമയത്ത് എക്സിസ്റ്റിംഗ് റിമൈനിങ് പാർട്ട്നേഴ്സിന് ഗെയിൻ ആണ്. അതുകൊണ്ട് ഇന്ന്
റിട്ടയർമെന്റിന്റെ സമയത്ത് ഇതിനെ ഏത് റേഷ്യോ എന്ന് വിളിക്കും? ഗെയിനിങ് റേഷ്യോ എന്ന് വിളിക്കും. ഓക്കെ, അഡ്മിഷന്റെ സമയത്ത് സാക്രിഫൈസിങ് റേഷ്യോ ആണെങ്കിൽ ഇവിടെ അതിനെ എന്തെന്ന് വിളിക്കും? ഗെയിനിങ് റേഷ്യോ. സിമ്പിളി പറഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നഷ്ടപ്പെടുന്ന ആളെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയും. ഗെയിൻ വരുന്ന ലാഭം വരുന്ന ആളെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അതിന് എന്തെന്നും പറയും? ഗെയിനിങ് റേഷ്യോ എന്നും പറയും. സംഭവം അത്രയും വ്യത്യാസമുള്ളൂ. അതായത് എല്ലായിടത്തും സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ സമയത്ത്, അതായത് ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ച സമയത്ത്, അഡ്മിഷന്റെ സമയത്ത് കണ്ടുപിടിച്ച സമയത്ത് ഇങ്ങനെയാണ് എന്ത് വന്നത്? സാക്രിഫൈസ്. അപ്പൊ ഇവിടെ 1:1 സാക്രിഫൈസും ആ 1ഉം 1ഉം കൂടി ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗെയിൻ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോസിറ്റീവ്, ഗെയിൻ വരുന്ന ആൾക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇതേ സെയിം സാധനം ഗെയിനിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഗെയിനിങ് വരുന്ന ആളെ പോയിന്റ് ഓഫ് വ്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ റേഷ്യോ വരും. ഓക്കെ, അപ്പൊ ഗെയിൻ വരുന്ന ആൾക്ക് പോസിറ്റീവിൽ കാണിക്കും, സാക്രിഫൈസ് ചെയ്യുന്ന സ്റ്റിൽ രണ്ട് റേഷ്യോ സെയിം ആണ്. ബട്ട് അവിടെ ഏത് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ അതുകൊണ്ട് ഇവിടെ ഈ ചാപ്റ്റർ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ യാതൊരു വ്യത്യാസമില്ല. ബട്ട് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ രണ്ട് റേഷ്യോ സെയിം ആണ്. ബട്ട് അതിൽ സാക്രിഫൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോസ് പോസിറ്റീവിലും അവിടെ ഗെയിൻ വരുന്ന ആളെ റേഷ്യോ നെഗറ്റീവിലും ഉണ്ടാവും. ഗെയിനിങ് റേഷ്യോന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അവിടെ സാക്രിഫൈസ് വന്ന ആൾക്കാരുടെ റേഷ്യോ നെഗറ്റീവിലും ഗെയിൻ വന്ന ആളെ റേഷ്യോ എന്തെങ്കിലും ഉണ്ടാവും? പോസിറ്റീവിലും ഉണ്ടാവും. അപ്പൊ ഗെയിൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ ഏത് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കും? ഗെയിനിങ് റേഷ്യോയിൽ ചിന്തിക്കും. ഓക്കെ, സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സാക്രിഫൈസിങ് റേഷ്യോ ചിന്തിക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, രണ്ട് പോയിന്റ് ഓഫ് വ്യൂ മാറുന്നേ, സ്റ്റിൽ റേഷ്യോ സെയിം ആണ്. ഓക്കെ, അപ്പൊ എന്താ, അഡ്മിഷന്റെ സമയത്ത് സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമായിരിക്കും കൂടുതൽ. അതോടെ നമ്മൾ സാക്രിഫൈസിങ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക എന്ന് പറയുന്നത്. ബട്ട് റിട്ടയർമെന്റിന്റെ കേസിൽ ഒരാൾ പോകുന്ന സമയത്ത് ആ ഒരാൾ പോകുന്നത് കാരണമുള്ള ലാഭം മറ്റുള്ള റിമൈനിങ് പാർട്ട്നേഴ്സിന്, അവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സിന്റെ കൗണ്ട് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് റിട്ടയർമെന്റിന്റെ സമയത്ത് ഏത് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാന്ന് പറയുന്നത്? ഗെയിനിങ് റേഷ്യോന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് കാര്യം ആക്ച്വലി സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗെയിൻ വരുന്ന പാർട്ട്നേഴ്സ് റിട്ടയർ ആവുന്ന പാർട്ട്ണർക്ക് എന്ത് ചെയ്യണം? ആ ഗുഡ്വില്ലിന്റെ ഷെയർ കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിച്ചു വെച്ച, അതായത് നമ്മൾ നെറ്റ് വർത്തിൽ ചേഞ്ച് വരും അല്ലെ, നെറ്റ് വർത്തിന്റെ ചേഞ്ച് മാർക്കറ്റ് വാല്യൂആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എന്ത്? റീവാലുവേഷൻ എന്ന് പറയുന്നത്. ആ റീവാലുവേഷന്റെ പ്രോഫിറ്റ് എല്ലാവരും കൂടി എന്ത് ചെയ്യുക? വീതിച്ചങ്ങ് എടുക്കുക. അല്ല, ഇന്നലെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ, സെയിം സംഭവങ്ങളൊക്കെ തന്നെ, ഒരു വ്യത്യാസങ്ങളും ഇല്ല. ബട്ട് ഇവിടെ ഒരാൾ പോകുന്നത് മാത്രം, അഡ്മിഷനിൽ ഒരാൾ വരുന്നത് മാത്രം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തോണ്ട് അത് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ കൺസെപ്റ്റ് പറഞ്ഞ് വിടാം. അത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത് വിടാം. ഓക്കെ, പിയും ക്യൂയും മാറും. ഓക്കെ, 3 പാർട്ട്നേഴ്സ് ആണ്, ഈക്വലി ആണ്. അല്ല, അവരെ കറണ്ട് റേഷ്യോ 1:1 ആണ്. അതാണ് അവരെ കറണ്ട് റേഷ്യോ, അതായത് അവരെ ഓൾഡ് റേഷ്യോ എന്ന് പറയാം. ഈ ചേഞ്ച് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള റേഷ്യോ. ഓക്കെ, ഡിസൈഡ് ടു അല്ലെ, എന്ത് ചെയ്യാൻ വേണ്ടി പോക്കുക? റിട്ടയർ. ബിസിനസ് റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു. ഓക്കെ, 31 മാർച്ച് 2023 അങ്ങനെ ഒരു വലിയൊരു തീരുമാനം ആരെടുത്തടാ? ഇതാണ് അവരെ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം റിസർവ്സും കാര്യങ്ങളൊന്നും ഇല്ല, ലയബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് എന്ത് ചെയ്യണം? ലയബിലിറ്റീസും അസറ്റിനും റീവാലുവേഷൻ നടത്തി നോക്കാം. പ്രോഫിറ്റ് എന്ത് ചെയ്യാം? ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. അതിൽ എക്സിസ്റ്റിംഗ്, അതായത് ചേഞ്ച് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരൊക്കെയുണ്ട്? അവർക്കൊക്കെ ഇതിൽ അവകാശമുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? തൊട്ട് മുമ്പുള്ള ഈ 3 ആൾക്കാരും അല്ലെ, അതല്ലേ ഈ ചേഞ്ച് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവര് 3 പേരല്ലേ? അവര് 3 പേരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ റീവാലുവേഷൻ ത്രൂ വരുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് അവര് 3 പേരും എന്ത് ചെയ്യാം? അവരെ ഓൾഡ് റേഷ്യോയില് വീതിച്ചെടുക്കാം. റിസർവ്സ് ഒന്നും ഇല്ല, അപ്പൊ റിസർവ്സിനെ പറ്റി ഒന്ന് ആലോചിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ? ഗുഡ് ആണ്. ഓക്കെ, ഗുഡ്വില്ലിന്റെ വാല്യൂ എത്ര? 93,000 ആണ് ഗുഡ്വില്ലിന്റെ വാല്യൂ. എൻഡിയർ ഗുഡ്വില്ലിന്റെ വാല്യൂ ആണ്. ഈ എൻഡിയർ ഗുഡ്വില്ലിന്റെ വാല്യൂ ഒരിക്കലും ആർക്ക് കൊടുക്കണ്ട? ഫുൾ വാല്യൂ ആർക്ക് കൊടുക്കണ്ട? റിട്ടയർ ആവുന്ന പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. റിട്ടയർ ആവുന്ന പാർട്ട്ണർക്ക് മീൻസ് ഈ ഗുഡ്വില്ലിന്റെ മേലെ, ഈ എൻഡിയർ ബിസിനസിന്റെ മേലെ അയാൾക്ക് ഈക്വൽ ഷെയർ ആണ്. ഓക്കെ, അപ്പൊ ഈ മൊത്തം എമൗണ്ട് 93,000-നെ അവരെന്താ 1:1 അതിലൊരു 1/3 മാത്രമേ ആർക്ക് കൊടുക്കണ്ടൂ? റിട്ടയർ ആവുന്ന 6-ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 31,000 മാത്രമേ ആർക്ക് കൊടുത്താൽ മതി?
6 കൊടുത്താൽ മതി. അപ്പൊ 6 പോകുന്ന റിട്ടയർ ആവുന്ന ലെഫ്റ്റ് ആയി പോകുന്ന സമയത്ത് 31,000 ഗുഡ്വില്ലിന്റെ ഷെയർ ആയ 31,000 ആർക്ക് കൊടുക്കണം? 6 കൊടുക്കണം എന്നാണ്. അത് ആരാ കൊടുക്കുന്നത്? അതായത് നമ്മുടെ ബുക്കിലുള്ള ഒരു ബാലൻസ് ഷീറ്റിലുള്ള ഒരു ഐറ്റത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല. അതവിടെ കാണാൻ പറ്റാത്തൊരു വാല്യൂ ആണ് ഈ 93,000. അതിൽ 31,000. ഓക്കെ, ഈ 31,000ന്റെ അവകാശം ആർക്കും ഉണ്ട്? 6 ഓക്കെ, ബട്ട് ഈ ഗുഡ്വില്ലിന്റെ ഇനിയുള്ള ബെനിഫിറ്റ്, ഈ 31,000ന്റെ ബെനിഫിറ്റും ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് ആയിരിക്കും കിട്ടുക? ഈ പിക്കും ക്യൂക്കാണ് കിട്ടുക. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഇവർക്ക് ഈ 31,000 എഫക്റ്റ് ഇനി അങ്ങോട്ടേക്ക് പിക്കും ക്യൂക്കും എങ്ങനെയാണോ കിട്ടാൻ വേണ്ടി പോകുന്നത്, അതിനനുസരിച്ചിട്ടാണ് പിയും ക്യൂവും കൂടിയിട്ടാണ് ആ പൈസ ഇപ്പൊ ആർക്ക് കൊടുക്കേണ്ടത്? 6 കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ലാൻഡ് ബിൽഡിംഗ് ഇൻക്രീസ് ചെയ്യണം, അത് റീവാലുവേഷന്റെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, യാ, ഓക്കെ. അപ്പൊ ഇവിടെ എന്താ 6% റെസ്പെക്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, അതൊക്കെ റീവാലുവേഷന്റെ ആണ്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പിയും ക്യൂയും എങ്ങനെയാണ് പ്രോഫിറ്റ്, അതായത് 100 റേഷ്യോ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ 6 പോയത് കാരണം പിക്കാണോ ലാഭം വരാൻ പോകുന്നത്, ക്യൂക്കാണോ ലാഭം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ രണ്ടുപേർക്കും എങ്ങനെയൊക്കെയാണ് ലാഭം വരാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ അഡ്മിഷന്റെ കേസിൽ പറഞ്ഞതുപോലെ, അഡ്മിഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവിടെ പ്രത്യേകിച്ച് സൈലന്റ് ആണെങ്കിൽ അവിടുത്തെ ഓൾഡ് റേഷ്യോ തന്നെയാണ് അവരെന്ത് എന്ത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് അഡ്മിഷന്റെ ടോപ്പിക്കിൽ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അതേപോലെ ഓൾഡ് റേഷ്യോ 1:1:1 ആണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഈക്വലി ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ന്യൂ റേഷ്യോനെ പറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂ റേഷ്യോ മീൻസ് സിംപിളി എന്ത് ചെയ്താൽ മതി? ആരാണോ ന്യൂ റേഷ്യോ സൈലന്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആരാണോ റിട്ടയർ ആവുന്നത്, ആ റിട്ടയർ ആവുന്ന ആളുടെ റേഷ്യോ എന്ത് ചെയ്യുക? മായ്ച്ചു കളയുക. ഓക്കെ, അങ്ങനെയാണ് ബാക്കി എത്ര ഉണ്ടാവും? 1:1. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലെ ന്യൂ റേഷ്യോ എന്തായിരിക്കും? പിന്നെ എങ്ങോട്ടേക്ക്? 1:1. ഇനി ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിൽ നമ്മള് അഡ്മിഷന്റെ കേസിൽ അവരെ ഓൾഡ് റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സൈലന്റ് ആണെങ്കിൽ അവരെ ന്യൂ റേഷ്യോ തന്നെയായിരിക്കും അവിടുത്തെ എന്ത് എന്ന് പറയുന്നത്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 പോകുന്നത് കാരണം, ഓക്കെ, 6 പോകുന്നത് കാരണം 6ന്റെ 31,000 ഗുഡ്വില്ലിന്റെ എഫക്ട് രണ്ടുപേർക്കും ഈക്വലി ആണ് ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? അവർക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ 31,000 ഇപ്പൊ 6 ഈ പൈസ ഇപ്പൊ എന്ത് ചെയ്യണം? പിയും ക്യൂയും ഈക്വലി കൊടുക്കണം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 31,000ന്റെ ഹാഫ് പിയും ഹാഫ് ആരും കൊടുക്കണം? ക്യൂവും കൊടുക്കണം. അതായത് പി എത്ര കൊടുക്കണം? 15,500ഉം ക്യൂ എത്ര കൊടുക്കണം? 15,500 കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഗുഡ്വില്ലിന്റെ കാര്യം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്ത് ചെയ്യുക? റീവാലുവേഷന്റെ കാര്യം ചെയ്യുക. റീവാലുവേഷന്റെ കാര്യം സാധാരണ ചെയ്യുന്നവർ ചെയ്തിട്ട് റീവാലുവേഷന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക. അത് കൃത്യമായിട്ട് ആർക്ക് കൊടുത്താൽ മതി? എല്ലാവർക്കും പിക്കും ക്യൂക്കും ആറിനും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ബുക്ക് വാല്യൂ ചേഞ്ച് ആവാൻ പാടില്ല എന്ന്, ബാലൻസ് ഷീറ്റിൽ ഈ റീവാലുവേഷന്റെ എഫക്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷനിൽ പോലെ തന്നെ ഇവിടെ എന്ത് വരക്കാം? മെമ്മോറാൻഡം വരക്കാം. ആദ്യം ഓൾഡിൽ കൊടുക്കാം, എന്നിട്ട് പിന്നെ ന്യൂവിൽ കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യുക? ഒന്ന് വരച്ചു നോക്കാം അല്ലെ? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു നോക്കാം. ഓക്കെ, ആരൊക്കെയുള്ളത്? പിയും ക്യൂവും ആറും അല്ലെ? പി ക്യൂ ആർ. എങ്ങനെയാണ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക? ഫസ്റ്റ് എന്ത് വരണം? ഫസ്റ്റ് അവരെ കറന്റ് ബാലൻസ് അല്ലെ? 3 പേര് കറന്റ് ബാലൻസ് വരും. അതായത് ബൈ ബാലൻസ് ബ്രോൺ. ഇവിടെ കറന്റ് അക്കൗണ്ടും ഫിക്സ്ഡ് അക്കൗണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം മറ്റൊരു സിംഗിൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് അല്ലെ? പിക്ക് എത്ര ബാലൻസ് അല്ലെ? പിന്റെ ബാലൻസ് എത്ര? 1,20,000 അല്ലെ? 1,20,000. ക്യൂവിൻ്റെത് 85,000. ആറിന്റെ എത്ര? 75,000 അല്ലെ? അങ്ങനെയാണ് 3 പേരുടെ ബാലൻസും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഇതൊന്നുമില്ല, എന്ത് റിസർവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്താ ഗുഡ്വില്ലിന്റെ പറഞ്ഞു. ഗുഡ്വില്ലിന്റെ എന്താ? പിന്റെയും ക്യൂവിന്റെ ക്യാപിറ്റലിന് ഈക്വൽ ആയിട്ട് 15,500 വെച്ചിട്ട് ഈച്ച് അല്ലെ? ഈച്ച് ഓഫ് ദം അവരെ ഓരോ ആളുടെ കയ്യിൽ നിന്നും 15,500 വീതം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ക്യാപിറ്റലിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് ആർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം? റിട്ടയർ ആവുന്ന പാർട്ട്ണർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവരെ രണ്ടാളെ പിന്റെയും ക്യൂവിന്റെയും ക്യാപിറ്റൽ നിന്ന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്തെടുക്കണം അല്ലെ? 2 ആറ് കാരണം 15,500 പിന്റെ ക്യാപിറ്റലിൽ നിന്നും 15,500 ക്യൂവിന്റെ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്തെടുത്തു. അത് ആരിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ? പി ആൻഡ് ക്യൂ കാരണം രണ്ടുപേരും കാരണം ഒറ്റയടിക്ക് വേണം എന്ത് ചെയ്യാം? നമുക്ക് കാണിക്കാം. ആറിന് എത്ര കിട്ടുന്നു? 31,000 ടോട്ടൽ രണ്ടുപേരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന പോലെ ഒറ്റയടിക്ക് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ബൈ പി 15,500 ബൈ ക്യൂ 15,500 രണ്ട് എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഗുഡ്വില്ലിന്റെ കാര്യം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? റീവാലുവേഷൻ ആണ് അല്ലെ? അപ്പൊ റീവാലുവേഷൻ നോക്കുന്ന സമയത്ത് റീവാലുവേഷൻ നോക്കണം.
അപ്പൊ റീവാലുവേഷൻ നോക്കിയിട്ട് റീവാലുവേഷനിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം അത് 3 പേർക്കും എന്ത് ചെയ്യാൻ, അവർ ഓൾഡ് റേഷ്യോയിൽ അതായത് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ, ഓൾഡ് റേഷ്യോ ഈക്വൽ അല്ലേ, അപ്പൊ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് എന്താ റീവാലുവേഷന്റെ കാര്യം, എന്താ ഫസ്റ്റ് റീവാലുവേഷന്റെ കാര്യം പറയുന്നത്, അല്ലെ ഗുഡ്വിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻക്രീസ് ഇൻ വാല്യൂ ഇറ്റ് ബീങ് അഗ്രീഡ് അറ്റ് എത്ര 1,05,600 അല്ലെ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കറന്റ് 75,000 ആണുള്ളത്. അത് എത്രയിലേക്ക് ആക്കാനും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 1,05,600 ആക്കണം അല്ലെ. ഓക്കെ, 1,05,600 75,000 1,05,600 എത്തണമെങ്കിൽ എത്ര വരണം, 30,600 ഇൻക്രീസ് ചെയ്യണല്ലേ. അപ്പൊ നഷ്ടലാഭാടാ, പ്രോഫിറ്റ് അല്ലേ. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെ എത്ര 30,600 ഇൻക്രീസ് ചെയ്യണം, അത്രയും പ്രോഫിറ്റിലേക്ക് കൂടും അല്ലെ. നെക്സ്റ്റ് എന്താ പ്ലാന്റ് ആൻഡ് മിഷനറി റീവാല്യൂഡ് അറ്റ് 1,05,000. പ്ലാന്റ് ആൻഡ് മിഷനറി 1,20,000 ആണുള്ളത്, അത് 1,05,000. അപ്പൊ എന്താ നഷ്ടമാണോ ലാഭമാണോ, കുറക്കാണ് വേണ്ടത് അല്ലെ. 1,05,000 എത്തിയാൽ മതി. അപ്പൊ 19,500 എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം അല്ലെ. 19,500 പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ കേസിൽ 19,500 എന്ത് ചെയ്യണം അത് റിഡ്യൂസ് ചെയ്യണം അല്ലെ, ഡിക്രീസ് ആണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെന്താ, ഇറ്റ് വാസ് അഗ്രീഡ് ടു പ്രൊവൈഡ് 6% ഡെപ്റ്റേഴ്സിന്റെ കേസിൽ PDD ക്രിയേറ്റ് ചെയ്യണം. അതും എന്താ, PDD മീൻസ് നമുക്ക് എന്താ ഡെപ്റ്റേഴ്സ് കുറയുന്നത് പോലെയാണ്. പക്ഷെ PDD-ന്റെ കേസിൽ PDD എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അത് പാർട്ട്ണർഷിപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്ത് പാർട്ട്ണർഷിപ്പിന്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. PDD ഫൈനൽ അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ PDD പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ കൺസെപ്റ്റ് ആണ്, ബട്ട് എന്താ പറയാ പവർഫുൾ. ഓക്കെ, അപ്പൊ ഡെപ്റ്റേഴ്സ് 74,000 ആണ്. 74,000ന്റെ എത്ര പെർസെന്റേജ് ആ PDD വേണ്ടേ, 6%. അപ്പൊ 4,440 എന്ത് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റും ക്രിയേറ്റ് ചെയ്യണം അല്ലെ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അല്ലെ, PDD എത്ര 4,440. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ 30,600 ഉണ്ടായിരുന്നു. അതില് അല്ലെ 19,500ഉം അതേപോലെ തന്നെ 4,440 കഴിച്ചതിന് ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ടാവൂടാ, 6,660 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അത് ആർക്കൊക്കെ കൊടുക്കണം, പിക്കും ക്യൂക്കും ആർക്കും അല്ലെ, എങ്ങനെ ഈക്വൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ 2,220 അതേപോലെ 2,220 അതേപോലെ 2,220 3 പേർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. അവർ ഓൾഡ് റേഷ്യോ എന്താ, ഈക്വൽ ആണ് അല്ലെ. ഈക്വൽ ആയിട്ട് 3 പേർക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ബൈ റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെ. റീവാലുവേഷൻ അക്കൗണ്ട് കാരണം പ്രോഫിറ്റ് അവരേക്ക് ക്രെഡിറ്റ് അല്ലെ, പ്രോഫിറ്റ് അവർ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. എത്ര 2,220 2,220 2,220. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. ഇത്ര 3 കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് ഈ ക്വസ്റ്റനിൽ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ക്വസ്റ്റനിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി ഇത് ബാലൻസ് ചെയ്യാം. 3 പേര് എന്ത് ചെയ്താൽ മതി, ബാലൻസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ പിന്നെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വന്നു, 1,00,000 അല്ലെ, 1,22,220 വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡിലുള്ള 15,500 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാലൻസ് എത്ര വരും, ബാലൻസ് എത്ര വരും, ബാലൻസ് കാരണം എത്ര വരും യെസ് 1,06,720 വരും. ഇവിടെയും അതേപോലെ തന്നെ എടുക്കാൻ 85,000 പ്ലസ് 2,220 അല്ലെ. ഓക്കെ, അങ്ങനെ എത്ര വരും, 87,220 വരും. അതിന്ന് ഇപ്പുറത്തെ 50 നമ്മൾ ആ ഗുഡ്വില്ലിന് വേണ്ടി ക്രെഡിറ്റ് ചെയ്തത് കുറച്ച് ബാക്കി ബാലൻസ് എത്ര വരും, 71,720 വരും. നെക്സ്റ്റ് ഇപ്പോൾ 75,000 പ്ലസ് 31,000 പ്ലസ് 2,220 അല്ലെ. അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ട്, 1,08,220. ഇപ്പോൾ കുറക്കാനൊന്നുമില്ല. അപ്പൊ 1,08,220 തന്നെ എന്തായിട്ട് വരും, ബാലൻസ് ആയിട്ട് വരും അല്ലെ. ക്ലിയർ അല്ലടാ? ഓക്കെ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇതാണ് സിമ്പിൾ ആയിട്ട് റിട്ടയർമെന്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ആ ഒരു ബേസിക്സ് ആണ്. പിന്നെ അതിലേക്ക് ഇനി അങ്ങോട്ട് അഡ്മിഷനിൽ കണ്ടതുപോലെ ഈ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റിന്റെ കേസ്, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്ന കേസ്. ഓക്കെ സോറി അവിടെ ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, ആരാ റിട്ടയർ ആവുന്ന പാർട്ട്ണറാണ്. ഓക്കെ, റിട്ടയർ ആവുന്ന ഈ പാർട്ട്ണറിന്റെ കേസിൽ അയാൾ ഈ ഫിഗർ ഇനിയും ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടി പാടില്ല. കാരണം 6 പോക്കാണ്. 6ന്റെ ഈ ഫിഗർ ഒക്കെ നമ്മൾ ചെയ്യുന്നത് 6ക്ക് ഈ പൈസ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ ഇവിടെ 6 റിട്ടയർ ആവുന്ന പാർട്ട്ണറാണ്. അപ്പൊ ആൾക്ക് കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് 6ന് കൊടുക്കേണ്ട ഈ പൈസ എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക, ഈ പൈസ ഇപ്പൊ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല.
ബട്ട് ഈ പൈസ ഇപ്പൊ കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ക്യാപിറ്റൽ ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഫിഗർ കാണിക്കാൻ വേണ്ടി പാടില്ല. പകരം ഈ പൈസ എന്ത് ചെയ്യണം, ആറിന് കൊടുക്കാനുള്ള ഒരു ലോൺ എമൗണ്ട് പോലെ, നമ്മളെ മറ്റൊരു ലയബിലിറ്റി പോലെ, അല്ലാണ്ട് ഇവർ ഓണർ അല്ല, ഇനി ഇത് ക്യാപിറ്റൽ എമൗണ്ട് അല്ല, ഈ പൈസ ആറിന് കൊടുക്കാനുള്ള ലോൺ പോലെ മറ്റൊരു ലോൺ അക്കൗണ്ട്, ലോൺ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ഇനി ക്വസ്റ്റ്യനിൽ പറയാണ് ഇത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പൊ 2 ക്യാഷ് എന്നിട്ട് കൊടുത്ത പോലെ കാണിക്കാം. ഓക്കെ, ഇവിടെ ഒന്നും പറയാത്ത ലോൺ അക്കൗണ്ടിൽ മാറ്റും. ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ പറയാം ഇതിന്റെ 50% ഇപ്പം പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതിന്റെ 50% ക്യാഷ് കൊടുത്ത പോലും ബാക്കിയുള്ള 50% ആറിന്റെ ലോൺ അക്കൗണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, 2 ക്യാഷ് 50%, 2 ആർസ് ലോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി പോയി എന്ത് ചെയ്യാം, ലോൺ അക്കൗണ്ടിൽ മാറ്റി വെക്കാം. കാര്യം മനസ്സിലാവുന്നില്ലേ? സോ ഇതിലേക്ക് അങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇനി വരിക. പിന്നെ വരുന്നതാണ് എന്ത്, ഓക്കെ, നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ഐറ്റമാണ് JLP എന്ന് പറയുന്ന ഒരു ഐറ്റം. ഓക്കെ, അതും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്താണ് JLP എന്നുള്ള കാര്യം, അത് JLPനെ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാവുന്ന ചാൻസ് വളരെ കുറവാണ്. ബട്ട് ഈ ഇതേപോലത്തെ മെയിൻ ക്വസ്റ്റ്യൻസ് JLP കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ JLP വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കിവിടാം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണ് നമുക്ക് JLPനെ പറ്റിയിട്ടും വേറെ കുറച്ച് ചില കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ചെറിയ ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെയും PQR തന്നെ അല്ലെ, PQRന്റെ ബാലൻസ് ഷീറ്റ് ആണ്, അവരെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആണ് ഇത്. ഓക്കെ, അവരെ കറന്റ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എങ്ങനെയാണ്, പ്രൊപ്പോർഷൻ ടു ദെയർ ക്യാപിറ്റൽ അല്ലെ, അവരെ ക്യാപിറ്റൽ എങ്ങനെയാണോ ഉള്ളത് അതാണ് അവരെ കറന്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്ന് നോക്കിയാട്ടെ, എങ്ങനെയായിരിക്കും അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എത്ര 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 നോക്കിയാ, എത്ര വരും, അതായത് 50 അല്ലെ, 50,000 75,000 50,000 അങ്ങനെയല്ലേ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും, എത്ര വരും ഗൈസ്, എത്ര വരും? അപ്പൊ 50 അല്ലെ, 50:75:50 അല്ലെ, നമുക്ക് ഷോർട്ട് ആക്കുകയാണെങ്കിൽ 25നെ കൊണ്ട് മൾട്ടിപ്പിൾ അല്ല, അപ്പൊ 2:3:2 അല്ലെ, ഇങ്ങനെ വേണമെങ്കിൽ അവരെ, ഇതാണ് അവരെ ഓൾഡ് റേഷ്യോ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അവരെ ക്യാപിറ്റൽ എങ്ങനെയാണോ അത് പ്രൊപ്പോർഷൻ ആയിട്ടാണ് എന്ത് എന്ന് പറഞ്ഞത്, അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് അവരെ കറന്റ് ഇവർ 3 പേരുമുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അതിനെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി എത്ര കിട്ടും, 2:3:2. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ആപ്പ് 2025 P എന്ത് തീരുമാനിച്ചു, റിട്ടയർമെന്റിന് വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ഇവരൊന്നും ശരിയില്ല, റിട്ടയർ ആവാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, റീവാല്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്, റീവാലുവേഷൻ നടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസിൽ റിസർവ്സ് ഒന്നും ബാലൻസ് ഷീറ്റിൽ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഗുഡ് വില്, റീവാലുവേഷൻ, റിസർവിന്റെ കാര്യമില്ല. ഓക്കെ, പിന്നെ അഡീഷണൽ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, നമുക്ക് റീവാലുവേഷനിലേക്ക് തന്നെ ഡയറക്റ്റ് കിടക്കാം അല്ലെ, റീവാലുവേഷൻ വരച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ വരയ്ക്കുകയാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ എത്ര വലിയ വെയിറ്റടാ, റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, എന്താ റീവാലുവേഷൻ, ഫസ്റ്റ് എന്താ റീവാലുവേഷൻ, എന്താ ഫസ്റ്റ് പറഞ്ഞ, എന്താ ഫസ്റ്റ് എന്താ റീവാലുവേഷനിൽ പറഞ്ഞ, ലാൻഡ് ബിൽഡിംഗ് അപ്രിഷിയേറ്റഡ് ബൈ, അപ്രിഷിയേറ്റ് ചെയ്യുക, പൊക്ക എത്ര, ബൈ 20%. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 75,000 ആണ് കറന്റ്, അതിന്റെ 20% അപ്രിഷിയേറ്റ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ എത്ര വരും, എത്ര വരും, 75,000ന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും, എത്ര വരും, പറയൂ, എത്ര വരും, 15,000 വരും അല്ലെ. അപ്പൊ 15,000 അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെ, 15,000 ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അപ്പൊ ലാഭം അല്ലെ, ബൈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര ഇൻക്രീസ് ചെയ്യണം, ഒരു 20% ആയ 15,000 എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താ, വാട്ട് നെക്സ്റ്റ്, പ്ലാന്റ് ആൻഡ് മിഷനറി ഡിപ്രീഷിയേറ്റ് ബൈ എത്ര, 30%. അപ്പൊ 50,000ന്റെ 30% കുറക്കാനാ പറഞ്ഞത്. അപ്പൊ അവിടെയും എത്ര കുറക്കണം, 15,000 തന്നെയാ വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ 2 അത് നഷ്ടമല്ലേ, അപ്പൊ ഡെബിറ്റ് സൈഡ് പ്ലാന്റ് ആൻഡ് മിഷനറി എത്ര, 15,000. അപ്പൊ ഇപ്പൊ നഷ്ടവും ലാഭം ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് പോയി, രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ടു ബി വാല്യൂഡ് അറ്റ്
എന്നാണോ, അതായത് അറ്റ് 25,000. അപ്പൊ എത്രയിലേക്കാണ് അതിന്റെ വാല്യൂ ചെയ്യേണ്ടത്? 25,000 ആയിട്ട് വാല്യൂ ചെയ്യണം. കറന്റ് ഇപ്പൊ എത്രയാണ് ഉള്ളത്? 30. അപ്പൊ 25ലേക്ക് വാല്യൂ ചെയ്യണമെങ്കിൽ 5,000 എന്ത് ചെയ്യണം? കുറച്ച് കളയണം. അപ്പൊ സ്റ്റോക്കിന്ന് എത്ര കുറക്കണം? സ്റ്റോക്കിന്ന് ഒരു 5,000 കുറക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പൊ നഷ്ടത്തിലേക്കാണ് റിവാലുവേഷൻ പോയിട്ടുള്ളത്. വരും നമുക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ. ഓൾഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് സൺട്രി ക്രെഡിറ്റേഴ്സ് 5,000 ടു ബി റിട്ടേൺ ബാക്ക്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതായത് നമ്മളെ ക്രെഡിറ്റേഴ്സിൽ ഇപ്പൊ എത്രയുണ്ട്? 25,000 ക്രെഡിറ്റേഴ്സ് കറന്റ് ഉണ്ട്. അതിലൊരു ഓൾഡ് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അതായത് പണ്ട് നമ്മൾ കൊടുക്കാനുള്ള ആ 5,000 ഇപ്പം റിട്ടേൺ ബാക്ക് മീൻസ് റിട്ടേൺ ഓഫ് തന്നെ. അതായത് ആ 5,000 ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കളഞ്ഞേക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് റിട്ടേൺ ബാക്ക് എഴുതി കളഞ്ഞേക്ക് എന്നാണ് റിട്ടേൺ ബാക്ക് കൊണ്ട് അവർ മീൻ ചെയ്യുന്നത്. അതിനർത്ഥം ഈ 5,000 എവിടുന്ന് കുറച്ചോ അവ ക്രെഡിറ്റേഴ്സ്, അതായത് ലാബിലിറ്റി കുറച്ചോ, അപ്പൊ നമുക്ക് എന്തായി? ലാഭായില്ലേ. ഓക്കെ, അപ്പൊ 5,000 അല്ലേ ക്രെഡിറ്റേഴ്സ് കാരണം 5,000 അല്ലേ ക്രെഡിറ്റേഴ്സ് കാരണം 5,000 ലാഭം കിട്ടിയില്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. എത്ര പെർസെന്റേജ് ക്രിയേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്? ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 27,500 ആയ ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ 5% എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്? PDD. അപ്പൊ എത്ര ക്രിയേറ്റ്? PDD നഷ്ടല്ലേ? ഓക്കെ, അപ്പൊ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എത്ര? How much? 1,375 എന്ത് ക്രിയേറ്റ് ചെയ്യണം? PDD ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്താ യെസ്. അപ്പൊ നെക്സ്റ്റ് എന്താ? അടുത്തെന്താ? JLP. ഇതിനെ പറ്റി പറയാനാണ് ഇവിടെ നമ്മൾ വന്നത് അല്ലെ. അപ്പൊ അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ഈ രണ്ട് കേസിലും നിങ്ങൾക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? ജോയിന്റ് ലൈഫ് പോളിസി, JLP. അതായത് ഇവർ പാർട്ട്നേഴ്സ് എല്ലാവർക്കും കൂടി സാധാരണ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കും. ആ ലൈഫ് ഇൻഷുറൻസ് പോളിസിന്റെ പ്രത്യേകത നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് നമ്മളെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയ, അതായത് നമ്മളെ എന്താ വൈഫിനോ അല്ലെങ്കിൽ എന്താ കുട്ടികൾക്കോ അങ്ങനെ ആർക്കൊക്കെ എന്ത് കിട്ടും? പൈസ കിട്ടും. അതാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസിന്റെ പ്രത്യേകത. പക്ഷെ JLP എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസി തന്നെയാണ്, ബട്ട് അത് ജോയിന്റ് ആണ്. അതായത് പാർട്ട്നേഴ്സ് എല്ലാവർക്കും കൂടിയിട്ട് എന്തെടുക്കുക? ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുക. എന്നുള്ള ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാർട്ട്നേഴ്സിന് ആരെങ്കിലും ഒരാളെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം എന്ത് കിട്ടും? ആ ലൈഫ് ഇൻഷുറൻസ് പോളിസി നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. ഓക്കെ, ഒരാളെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മളെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ബിസിനസ്സിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സ്, അതായത് ഓണറിന്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് നമ്മൾ എല്ലാ വർഷവും പ്രീമിയം പേയ്മെന്റ് ചെയ്യണമല്ലോ. അപ്പൊ പ്രീമിയം, നമ്മൾ അടക്കുന്ന പ്രീമിയം ഒരിക്കലും ബിസിനസിന്റെ എക്സ്പെൻസ് അല്ല. നിങ്ങൾ ഫൈനൽ അക്കൗണ്ട്സിന്റെ ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്, കാരണം അത് ഓണർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. ബട്ട് ഇതേ പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ പാർട്ട്ണർഷിപ്പിൽ 3 ഓണേഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് അവിടെ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ എക്സ്പെൻസ് ഏതിന്റെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക? പാർട്ട്ണർഷിപ്പിന്റെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. അതായത് പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കാതെ പാർട്ട്ണർഷിപ്പിന്റെ തന്നെ എന്തായിട്ട് കാണിക്കാം? എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അപ്പൊ ഇത് അവരെന്തിനെ ബാധിക്കും? പ്രോഫിറ്റിനെ ബാധിക്കില്ലേ? ഓക്കെ, അപ്പം ഈ പ്രോഫിറ്റ് ആണ് പാർട്ട്നേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? വീതിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാലം ഈ JLPന്റെ പ്രീമിയത്തിന് വേണ്ടിയിട്ട് ആ പ്രീമിയം എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഈ 3 പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഈ എക്സാമ്പിളിൽ Pക്കും Qക്കും Rനും 3 ആൾക്കും വേണ്ടിയിട്ടാണ് ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചത്. അത് 3 ആൾക്കാർക്കും കിട്ടുന്ന പ്രോഫിറ്റിനും എന്തായിട്ടുണ്ട്? അതിന്റെ എഫക്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 ആളെ ഷെയർ ഓഫ് പ്രോഫിറ്റൊന്നും ഇതിന്റെ പോർഷൻ കുറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഇവിടെ ഇപ്പം എന്ത് ചെയ്യല്ല? P എന്ത് ചെയ്യുകയാണ്? റിട്ടയർ ആവുകയാണ്. റിട്ടയർ ആവുന്ന സമയത്ത്, അങ്ങ് പോകുന്ന സമയത്ത് ഇവര് ഒരു JLP എടുത്തിട്ടുണ്ടല്ലോ. ആ JLPന്റെ പൈസ Pന്റെ ലൈഫിനൊന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല അല്ലേ. റിട്ടയർ ആയിട്ട് പോകുന്നതാണ്. അപ്പം റിട്ടയർ ആയിട്ട് പോകുന്ന കാരണം ഒരിക്കലും ലൈഫ് ഇൻഷുറൻസിന് എന്ത് കിട്ടാൻ പോകുന്നില്ല? പൈസ കിട്ടാൻ പോകുന്നില്ല. പൈസ കിട്ടണമെങ്കിൽ ഇൻഷുറൻസ് പോളിസിന്ന് പൈസ കിട്ടാൻ ഡെത്ത് സംഭവിക്കണം. അപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോ ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസിന്റെ കിട്ടുന്ന പൈസ ആർക്ക് മാത്രം അവകാശപ്പെട്ട പോലെയാവും? ആർക്ക് മാത്രം? ബാക്കിയുള്ള Qക്കും Rനും മാത്രം ഇതിന്റെ പൈസ കിട്ടുള്ളൂ. കിട്ടൂല. ഇപ്പൊ പോക്കല്ലേ. അതുകൊണ്ട് ഇപ്പൊ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതുവരെയുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ഇപ്പം ആ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പൈസ എത്രയാണോ അത് അതിന്റെ ഷെയർ ആര് വാങ്ങിയിട്ടേ പോകും? വാങ്ങിയിട്ടേ പോകും. ഓക്കെ, അതായത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് നോർമലി ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ടാവും.
ഇൻഷുറൻസ് എമൗണ്ട്, അതായത് പോളിസി എമൗണ്ട് എന്ന് പറയും. ഈ പോളിസി എമൗണ്ട് എപ്പോഴേ കിട്ടുള്ളൂ, ഡെത്ത് സംഭവിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിലുള്ള മറ്റൊരു വാല്യൂ ആണ് എന്ത്, സറണ്ടർ വാല്യൂ. സറണ്ടർ വാല്യൂ മീൻസ് നമുക്കിപ്പം അതായത് ഈ പോളിസി കിട്ടണമെങ്കിൽ നമുക്ക് ഈ കാലാകാലം ഡെത്ത് സംഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് വരെ നമ്മൾ ഇൻഷുറൻസ് എമൗണ്ട് പേയ്മെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബട്ട് നമുക്കത് വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാം, ആ പോളിസി ക്യാൻസൽ ചെയ്യാം. ആ പോളിസി ക്യാൻസൽ ചെയ്താൽ ഇപ്പം കിട്ടുന്ന പൈസ ഡെത്ത് സംഭവിക്കുന്നതിന് മുമ്പ് ആ ആ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന പൈസക്കാണ് എന്തെന്ന് പറയാം, സറണ്ടർ വാല്യൂ എന്ന് പറയാം. അപ്പൊ റിട്ടയർമെന്റ് കേസിൽ ഒരിക്കലും എന്ത് സംഭവിക്കുന്നത്, ഡെത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരിക്കലും ഇൻഷുറൻസ് എമൗണ്ട് കിട്ടില്ല. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവർ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അത് സറണ്ടർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവർക്ക് എത്ര ക്യാഷ് കിട്ടി, 18,875 ക്യാഷ് കിട്ടി. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഈ കിട്ടുന്ന പൈസ ഇവര് 3 പേരും ഇവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണോ അതിലെന്ത് ചെയ്തെടുക്കും, വീതിച്ചെടുക്കണം എന്നാണ്. ഓക്കെ, എന്ത് ചെയ്യും, വീതിച്ചെടുക്കും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിലില്ല, ചില ക്വസ്റ്റ്യൻസിൽ പറയാണ് ഇവിടെ JLP എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, JLP എന്ന് പറഞ്ഞ അക്കൗണ്ട് കണ്ടില്ലെങ്കിൽ അതിനെ എന്തുപോലെ ട്രീറ്റ് ചെയ്താൽ മതി, ഒരു അസറ്റിനെ പോലെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അസറ്റിനെ പോലെ ട്രീറ്റ് ചെയ്യാം. ഇപ്പം JLP എന്ന് പറഞ്ഞ അക്കൗണ്ട് ഈ ബാലൻസ് ഷീറ്റിൽ ഇല്ല, അതിനർത്ഥം JLP എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എന്താ വാല്യൂ, 0. അപ്പൊ 0 വാല്യൂ ഉള്ള ഈ അസറ്റ് അക്കൗണ്ടിനെ എത്ര വാല്യൂലേക്ക് ആക്കണം, 18,875 എന്ന് പറഞ്ഞ വാല്യൂ ഇൻക്രീസ് ആവുന്ന പോലെ. അപ്പൊ JLP എന്ന് പറഞ്ഞ അസറ്റിന്റെ വാല്യൂ എത്ര ഇൻക്രീസ് ആവുന്ന പോലെ, ഫുൾ എമൗണ്ട് ഇൻക്രീസ്. കാരണം JLP ഇപ്പോഴുള്ള വാല്യൂ എന്താ, 0 ആണ്. ഇനിയിപ്പോ JLPന്റെ ബാലൻസ് ഷീറ്റിലെ വാല്യൂ ഒരു 1000 ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണ് സാധാരണ അസറ്റിന് റീവാല്യൂ ചെയ്യുമ്പോൾ 1000 ഉണ്ട്, ബട്ട് എത്രയിലേക്ക് എത്തിക്കണം, 18,875. അപ്പൊ എത്ര കൂട്ടിയാൽ മതി, 17,875 കൂട്ടിയാൽ പോലെ. ഓക്കെ, അങ്ങനെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ ബാലൻസ് ഷീറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്ത് അസ്യൂം ചെയ്യുക, 0 എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ JLP എന്ന് പറഞ്ഞിട്ട് എത്ര ഇൻക്രീസ് ആവണം, ഫുൾ എമൗണ്ട് 18,875 എന്ത് ചെയ്യണം, കൂട്ടണം, അസറ്റിന്റെ വാല്യൂ കൂട്ടണം. ഓക്കെ, ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, എക്സാം ക്രാക്ക് ചെയ്യാവുന്ന പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓൾറെഡി ഞാൻ കുറെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇതിന് അക്കൗണ്ടിങ് ആയിട്ടുള്ള എൻ്റെ ട്രീറ്റ്മെന്റ് ഞാൻ പറയുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്ര മനസ്സിലാക്കാം. ഓക്കെ, JLP വന്നു കഴിഞ്ഞാൽ ഓക്കെ, ആ JLP എത്ര പൈസയാണ് കിട്ടുന്നത് അത് ഒരു അസറ്റ് പോലെ ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ അതിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ ഇല്ല എന്നാണെങ്കിൽ ആ അസറ്റിന്റെ വാല്യൂ എത്ര പോലെ ചിന്തിക്കുക, 0. അപ്പൊ ഫുൾ എമൗണ്ടും കൂട്ടണം. ഓൾറെഡി എന്തെങ്കിലും വാല്യൂ ഉണ്ട് എന്നാണെങ്കിൽ ആ ബാക്കിയുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം റീവാലുവേഷൻ അല്ലേ, അപ്പൊ റീവാലുവേഷൻ ത്രൂ വരുന്നുണ്ട് അല്ലെ, റീവാലുവേഷൻ ത്രൂ JLP അല്ലെ, പക്ഷെ JLP വിറ്റിട്ട് ക്യാഷാ കിട്ടുന്നത്. അപ്പൊ JLP എന്നല്ല കാണിക്കേണ്ട, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന രീതിയിൽ കാണിക്കാം. ഓക്കെ, ക്യാഷ് അല്ലെ ബാങ്ക് എന്ന രീതിയിൽ കാണിക്കും. ഇവിടെ ക്യാഷ് ആണോ ബാങ്ക് ആണോ ഉള്ളത്, രണ്ടും ഒപ്പരുള്ളത് അല്ലെ. അപ്പം ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന രീതിയിൽ എത്ര കാണിക്കണം, 18,875 വന്നതുപോലെ കാണിക്കാം. ഓക്കെ, എന്തിന്റെ ഭാഗമായിട്ട്, JLPന്റെ ഭാഗമായിട്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യൻ ചില സമയത്ത് ഇവിടെ JLP റിസർവ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സാധാരണ റിസർവ്സ് ഇല്ലേ, സാധാരണ റിസർവ്സിന് എല്ലാ പാർട്ട്നേഴ്സിനും ഓൾഡ് റേഷ്യോയിൽ കൊടുക്കില്ലേ, അതേപോലെ ഈ റിസർവ്സിന് എന്ത് ചെയ്താൽ മതി, അങ്ങനെ ഉണ്ടെങ്കിൽ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ സാധാരണ റിസർവിന്റെ ട്രീറ്റ്മെന്റ് തന്നെ ഈ കേസിലും ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, യാ, കാര്യം മനസ്സിലായില്ലേ? അപ്പൊ JLP എത്ര മാത്രം ചെയ്ത്, അപ്പൊ ആയില്ലേ. ഇനി ഗുഡ്വിന്റെ കാര്യം പറഞ്ഞത്, അത് വേറെ തന്നെയാണ്, റീവാലുവേഷൻ അല്ല. അപ്പൊ റീവാലുവേഷന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ റീവാലുവേഷന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുന്ന സമയത്ത് 15,000 പ്ലസ് 5,000 പ്ലസ് 18,875 അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ടോട്ടൽ 38,875 ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പുറം 15,000 5,000 1375 അല്ലെ. ഓക്കെ, അങ്ങനെയാണ് എത്ര പ്രോഫിറ്റ് ഉണ്ട്, 17,500 പ്രോഫിറ്റ് ഉണ്ട്. ആർക്ക് കൊടുക്കണം, Pക്കും Qക്കും Rനും കൊടുക്കണം. ഏത് റേഷ്യോ, 2:3:2 അല്ലെ. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ 7 അല്ലെ. ഓക്കെ, അപ്പൊ 2:3 അല്ലെ, അല്ലടാ, 2:3. അപ്പൊ Pക്ക് 5,000 വരും, ഇവിടെ 7,500 വരും, ഇവിടെ എത്ര വരും, 5,000. ക്ലിയർ അല്ലേ സംഭവം? ഓക്കെ അല്ലേ? ഈ 2:3:2 ഞാൻ പറഞ്ഞല്ലോ, ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനിൽ പറഞ്ഞത്. ഓക്കെ, ഇതാണ് റീവാലുവേഷൻ. നമുക്ക് എന്തും കൂടി വരയ്ക്കാം, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചൂടെ? ആരൊക്കെയുള്ളത്, Pയും Qയും Rഉം. PQR. എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട്, ബൈ ബാലൻസ് ബ്രോ ഡൗൺ അല്ലെ. ബാലൻസ് ബ്രോ ഡൗൺ എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, 50 75 50 അല്ലെ. ഓക്കെ, നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിച്ചതല്ലേ. ഓക്കെ, 50,000 75,000 50,000. ഓക്കെ, ഇപ്പൊ റീവാലുവേഷൻ ചെയ്ത് റീവാലുവേഷൻ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എത്ര, 5,000 7,500 5,000 റീവാലുവേഷൻ പ്രോഫിറ്റ് കൊടുത്തു. മെമ്മറാൻഡം ഒന്നും വരയ്ക്കാൻ പറ്റില്ല, ബുക്ക് വാല്യൂ ചേഞ്ച് ആവാൻ പാടില്ല എന്നും പറയുന്നില്ലല്ലോ. ബുക്ക് വാല്യൂ ചേഞ്ച് ആവാൻ പാടില്ല എന്നും പറയാത്തതുകൊണ്ട് മെമ്മറാൻഡത്തിന്റെ കേസ് ഒന്നും എന്ത് ചെയ്യണ്ട, നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അല്ല എവിടെയാണ് ക്വസ്റ്റ്യൻ?
ഓക്കെ, നെക്സ്റ്റ് ഇവിടെ റിസർവ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റിസർവ്സും കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല. ഇനി എന്താ ഗുഡ് വില്ലിന്റെ കാര്യം അല്ലെ. ഗുഡ് വിൽ ഓഫ് ദി എൻറ്റയർ ഫേം ഈസ് വാല്യൂഡ് at എത്ര 35,000 ആൻഡ് പീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദി അക്കൗണ്ട് ഓഫ് Q&R who ഷെയർ ദി ഫ്യൂച്ചർ പ്രോഫിറ്റ് ഈക്വലി എന്നാണ് പറഞ്ഞത്. ഫ്യൂച്ചർ പ്രോഫിറ്റ് അങ്ങനെ ഈക്വലി ആ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 35,000 ആണ് എൻറ്റയർ ഗുഡ് വിൽ. ആ എൻറ്റയർ ഗുഡ് വിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആറിന്? ഇല്ല, പി അല്ലേ പോകുന്നത്. റിട്ടയർ ആവുന്ന പാർട്ണർ ആരാ? പി ആണ് അല്ലെ. പിക്ക് ഫുൾ എമൗണ്ട് കൊടുക്കണം, വേണ്ട. പിന്റെ റേഷ്യോ മാത്രം എത്ര? 2/7. പിന്റെ റേഷ്യോ എത്ര? 2/7 അല്ലെ. അപ്പൊ 35,000 2/7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടൂടാ? 10,000 അല്ലെ. 10,000 ആണ് ആർക്ക് കൊടുക്കേണ്ടത്? പിന് നമ്മൾ കൊടുക്കേണ്ടത്. പി റിട്ടയർ ആയി പോകുന്ന സമയത്ത് പിക്ക് നമ്മൾ ഈ 10,000 റുപ്പീസ് കൊടുക്കണം. ഓക്കെ, അത് ആരാ കൊടുക്കേണ്ടത്? ക്യൂവും ആറും. എങ്ങനെ? അവർക്ക് എങ്ങനെയാണോ പി പോയതിനു ശേഷം എന്താണോ ഗെയിന് വരുന്നത് ആ രീതിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണ് അവരെ ഗെയിന് നോക്കുകയാണെങ്കിൽ അവർക്ക് എത്ര ഗെയിൻ നോക്കുകയാണ് അവര്, അതായത് ക്യൂവും ആറും അല്ലെ, അവർക്ക് രണ്ടാൾക്ക് ഗെയിൻ വരുന്നുണ്ടോ നോക്കണ്ടേ. അതായത് ഗെയിന് ആദ്യം ന്യൂ എന്ന് എന്ത് മൈനസ് ചെയ്യും? ഓൾഡ്. കാരണം ഗെയിന് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ന്യൂ ആയിരിക്കും വലുത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ 1:1 അല്ലെ. അതായത് കറന്റ് 1/2 ആണ് ഇനി അങ്ങോട്ടേക്ക് അവർക്ക് കിട്ടുക. ക്യൂക്ക് ഓൾഡിൽ എത്ര കിട്ടിക്കൊണ്ടിരുന്നത്? 3/7 അല്ലെ. ഓൾഡിന് എത്ര കിട്ടിക്കൊണ്ടിരുന്നത്? 3/7. ആറിന് എത്ര ഓൾഡിൽ കിട്ടിക്കൊണ്ടിരുന്നത്? 2/7 അല്ലെ. 2:3:2 അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് റേഷ്യോയിലാണ് അവര് ചെയ്യുന്നത് കിട്ടും. അതായത് അവർ ഗെയിൻ എത്ര വരുന്നത് എന്നുള്ളത് കിട്ടും. ഓക്കെ, അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ 7 - 6 / 14 വരും. അങ്ങനെയാണ് 1/14 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ 7 - 4 അല്ലെ. 7 - 4 / 14 വരും. അങ്ങനെ എന്ത് വരും? 3/14 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1:3 എന്ത് സംഭവിക്കുന്നത്? 1:3 ആണ് അവർ ഗെയിൻ വരുന്നത്. അതായത് പി പോകുന്ന സമയത്ത് പിക്ക് അങ്ങോട്ടേക്കുള്ള 10,000 എനിക്ക് കിട്ടില്ല. അപ്പൊ പിന്റെ ഈ 10,000 അതിലെ 4 ഭാഗമായി കഴിഞ്ഞാൽ അതിൽ 3 ഭാഗം ആർക്ക് കിട്ടാൻ പോകുന്നത്? ആറിനാ കിട്ടാൻ പോകുന്നത്. ഒക്കെ ക്യൂക്ക് എന്തേ കിട്ടുന്നുള്ളൂ? 1 ഭാഗം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? അതായത് പിക്ക് നഷ്ടപ്പെടുന്ന ഈ 10,000 പിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന, അതായത് സാക്രിഫൈസ് സംഭവിക്കാൻ പോകുന്ന ഈ 10,000 ആര് കൊടുക്കണം? ക്യൂവും ആറും കൊടുക്കണം. പക്ഷെ ഈ 10,000 4 ഭാഗമായി കഴിഞ്ഞാൽ അതിന്റെ 1 ഭാഗം മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ? ക്യൂവിന് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ഈ 10,000 3 ഭാഗവും ആർക്ക് കിട്ടാൻ പോകുന്ന? ആറിനാണ്. എത്ര? 7,500. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 7,500 ആറും കൊടുക്കണം, 2,500 ക്യൂവും കൊടുക്കണം. അങ്ങനെ ടോട്ടൽ പിക്ക് എത്ര കിട്ടണം? 10,000 കിട്ടണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ ആരെ ക്യാപിറ്റൽ എടുക്കണം? ക്യൂവിന്റെ ആർക്ക് വേണ്ടി എടുക്കണ്ടേ? പിക്ക് വേണ്ടിയിട്ട് അല്ലെ. ക്യൂവിന്റെ ക്യാപിറ്റൽ എത്ര എടുക്കണം? 2,500ഉം ആറിന്റെ ക്യാപിറ്റൽ എത്ര എടുക്കണം? 7,500 എടുക്കണം. അങ്ങനെ ഇത് രണ്ടും ക്യൂവിന്റെയും ആറിന്റെയും ക്യാപിറ്റൽ നടത്തി 2 എമൗണ്ട് ആയ 10,000 റുപ്പീസ് മൊത്തം ആർക്ക് കൊടുക്കണം? പിക്ക് കൊടുക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, JLPന്റെ കാര്യങ്ങളൊക്കെ റീവാലുവേഷനിൽ JLPന്റെ എമൗണ്ട് അടക്കം റീവാലുവേഷനിൽ ഇട്ടുകൊടുത്ത്. ഇപ്പൊ റീവാലുവേഷൻ JLPന്റെ പ്രോഫിറ്റ് എല്ലാം ആർക്ക് പോയി? എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് പോയി. ഓക്കെ, ഇനി എന്താ? പുതിയതായിട്ട് JLPന്റെ കാര്യം ചെയ്തു. അപ്പം ഇനി ഗുഡ്വില്ലിന്റെ കാര്യം ചെയ്തു. റിസർവ്സ് ഇല്ല, അതിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം ഈസ് ടു ബി സെയിം ആസ് ബിഫോർ റിട്ടയർമെന്റ് സംഭവിച്ചു. ഓക്കെ, അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള ടോട്ടൽ ക്യാപിറ്റൽ എന്തായിരിക്കണം എന്നാ പറയുന്നത്? റിട്ടയർമെന്റിന് മുമ്പ് എത്രയാണ് ടോട്ടൽ ക്യാപിറ്റൽ അത് തന്നെ ആയിരിക്കണം ഇനി അങ്ങോട്ടും. റിട്ടയർമെന്റിന് മുമ്പ് എത്ര? ഇവരെ 3 പേരിനും ക്യാപിറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ എത്ര? 1,75,000. ഇപ്പൊ ആ ക്യാപിറ്റലിൽ കുറെ ചേഞ്ചസ് വന്നു. അതിൽ ഒരാൾ ഇപ്പൊ റിട്ടയർ ആയി പോവുകയാണ്. റിട്ടയർ ആയി പോകുന്നു? പി എന്തായി പോവുക? റിട്ടയർ ആയി പോകുക. അപ്പൊ പിന്റെ എമൗണ്ട് ഇനി ക്യാപിറ്റലിലെ പാർട്ടല്ല. ബട്ട് എന്നാൽ പോലും റിട്ടയർമെന്റിന് മുമ്പുള്ള ഈ ഫിഗർ തന്നെ ആയിരിക്കണം ക്യാപിറ്റൽ എമൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ എത്ര? 1,75,000 തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇപ്പം ക്യാപിറ്റൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും ബട്ട് നമ്മൾ ഫൈനലി എത്രയിലേക്ക് തന്നെ എത്തിക്കണം? ടോട്ടലി 1,75,000 തന്നെ എത്തിക്കണം. അതുപോലെ ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ എന്തായിരിക്കണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഇപ്പൊ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് ആയിട്ട് റിട്ടയർമെന്റ് ശേഷം ബാക്കിയുള്ളൂ? QR. ഇവർ രണ്ടാളെ ക്യാപിറ്റലും ടോട്ടൽ ചെയ്തിട്ട് എത്ര കിട്ടണം? 1,75,000 കിട്ടുക വേണം. അത് ഏത് റേഷ്യോയിലായിരിക്കണം?
പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ആണ്. അപ്പൊ അതിന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 1:1. അപ്പൊ ക്യൂവിന്റെ പുതിയ ക്യാപിറ്റൽ എത്ര വരണം? ക്യൂവിന്റെയും ആറിന്റെയും ഈ 1,75,000 1/2 ആയിരിക്കണം അല്ലെ. അതുവരെ 1,75,000 1/2 അതല്ലേ. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നെ ആയിരിക്കണം എന്ത്? ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1,75,000 നേരെ പകുതി അല്ലെ. 87,500 ആരതായിരിക്കണം? ക്യൂവിൻ്റെ വരണം. അതേ 87,500 തന്നെ ആയിരിക്കണം ആരെ ബാലൻസ് ഉണ്ടാവണം? ആറിന്റെ. അപ്പൊ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ ബാലൻസ് ഫിഗർ ഇതായിരിക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഫിഗർ എന്ത് ചെയ്യണം? ഇന്നലത്തെ അതായത് അഡ്മിഷന്റെ കേസിൽ നമ്മൾ കറന്റ് അക്കൗണ്ട് അല്ലെ, കറന്റ് അക്കൗണ്ട് ത്രൂ ആണ് ആ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്തത്. അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റനിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ആ ഷോർട്ടേജ് ആണെങ്കിൽ പൈസ ബാങ്ക് വഴി കൊണ്ടുവന്നതായിട്ടും എക്സ്ട്രാ ഉണ്ടെന്നാണ് ബാങ്ക് വഴി വിഡ്രോ ചെയ്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ എമൗണ്ട് ഡ്യൂട്ടി പി ആരാ? റിട്ടയർ ആവുന്ന പാർട്ണർ. അപ്പൊ റിട്ടയർ ആവുന്ന പാർട്ണർ ഇനി ക്യാപിറ്റൽ അല്ല, അയാൾക്കുള്ള പൈസ തിരിച്ചു കൊടുക്കണം. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? 50% ഓൺ റിട്ടയർമെന്റ്. ആ 50% റിട്ടയർമെന്റ് സമയത്ത് തന്നെ കൊടുക്കും, 50% വിത്തിൻ 1 ഇയർ. അപ്പൊ അതിനർത്ഥം 50% ഇപ്പം തന്നെ ക്യാഷ് ആയിട്ട് കൊടുത്ത പോലും ബാക്കിയുള്ള 50 ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിന് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. ബാലൻസ് കാണിച്ചു, റീവാലുവേഷൻ പ്രോഫിറ്റ് കാണിച്ചു, അതേപോലെ തന്നെ ഗുഡ് വില്ലിന്റെ കാര്യങ്ങളും കാണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പീക്ക് കൊടുക്കാനുള്ള പൈസ എത്രയാ ഉള്ളത് നോക്കാം. പീക്ക് തുടക്കത്തിൽ ഒരു 50,000 ബാലൻസ് ഉണ്ടായിരുന്നു, പ്ലസ് 5,000 റീവാലുവേഷൻ പ്രോഫിറ്റും ഒരു 10,000 ഗുഡ് വില്ലിനും വന്നിട്ട് എത്ര കൊടുക്കാനുണ്ട്? 65,000 ടോട്ടൽ കൊടുക്കാനുണ്ട് അല്ലെ. 65,000 എന്ത് ചെയ്യാനുണ്ട്? ടോട്ടൽ കൊടുക്കാനുണ്ട്. അതിലെന്താ പറഞ്ഞേ? എന്താ? അതിൽ ഹാഫ് ഇപ്പം തന്നെ കൊടുക്കും, 52. ബാങ്ക് വഴി നമ്മൾ ഇപ്പം എന്ത് ചെയ്യും? അതിന്റെ ഹാഫ് കൊടുക്കും. എത്ര? 32,500 കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും? പീന്റെ ലോൺ അക്കൗണ്ട്, പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ. പീന്റെ ലോൺ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റുക. പി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ആര് പോയി? പി പോയി. ഓക്കെ, ഇനിയിപ്പോ നോക്കുന്ന സമയത്ത് ക്യൂനൊക്കെ ബാലൻസ് ചെയ്യണം. ക്യൂനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്യൂവിന്റെ 75,000 ആണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായത്, പ്ലസ് 7,500 പുതുതായിട്ട് വന്നു. അതിലെന്തുണ്ട്? ഡെബിറ്റ് 2,500. അങ്ങനെയാണ് ബാലൻസ് നോർമലി വരും. എത്ര ബാലൻസ്? അതായത് നോർമലി ബാലൻസ് നോക്കുന്ന സമയത്ത് ബാലൻസ് കയറണം എത്ര വരണ്ടേ? 80,000 ആണ് വരേണ്ടത്. ബട്ട് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ക്യാപിറ്റൽ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്യണം. അതായത് എങ്ങനെ പറഞ്ഞേ? ഇന്നലെ അതായത് അഡ്മിഷന്റെ കേസിൽ പറഞ്ഞ എന്താ? ഒരാളെ ക്യാപിറ്റലിനെ ബേസ് ആക്കി വെച്ചിട്ടാണ് പ്രൊപ്പോർഷൻ ചെയ്യാൻ പറഞ്ഞത്. അതെങ്ങനെ ചെയ്യാന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇവിടെ എന്താ പറയുന്നത്? ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണെന്ന് പറയുന്നില്ല. ടോട്ടൽ ക്യാപിറ്റൽ എത്ര വേണ്ട? റിട്ടയർമെന്റിന് മുമ്പ് എന്താണ് ക്യാപിറ്റൽ? ഇവര് 3 പേരാണ് റിട്ടയർമെന്റിന് മുമ്പ്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? അത് തന്നെയായിരിക്കും റിട്ടയർമെന്റിന് ശേഷമുള്ള ടോട്ടൽ ക്യാപിറ്റൽ എന്നും. ആ ടോട്ടൽ ക്യാപിറ്റലിലെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം? അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ 1:1 ആണ് ന്യൂ റേഷ്യോ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പകുതി ആരിടണം? ക്യൂവും ഇതിന്റെ പകുതി ആരിടണം? ആറ്. അപ്പൊ എത്ര വരും? 87,500. അപ്പം ഇപ്പൊ ആക്ച്വലി നോക്കുന്ന സമയത്ത് ഇപ്പൊ ക്യൂവിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 80,000 ബാലൻസ് ഉള്ളൂവെങ്കിലും ബാലൻസ് ബട്ട് എത്ര തന്നെ ആക്കണം? 87,500 തന്നെ ആക്കണം. ഓക്കെ, അങ്ങനെയാണ്. എത്ര കുറവുണ്ട്? ഒരു 7,500 കുറവില്ലേ? അത് എന്ത് വഴി കൊണ്ടുവന്ന പോലെ കാണിക്കണം? ബാങ്ക് വഴി 7,500 കൊണ്ടുവന്ന പോലെ കാണിക്കണം. ഓക്കെ, അതേപോലെ ആറിന്റെ ബാലൻസ് എത്ര തന്നെ വരണം? 87,500 തന്നെ വരണം. ഓക്കെ, അങ്ങനെയാണ് ആറിന്റെ ഇപ്പൊ എത്ര? 50,000 പ്ലസ് 5,000 മൈനസ് 7,500 കഴിച്ചു കഴിഞ്ഞാൽ 47,500 ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ആറും ബാങ്ക് വഴി കൊണ്ടുവരണം. ബാങ്ക് വഴി എത്ര കൊണ്ടുവരണം? ഒരു 40,000 ആറ് എന്ത് ചെയ്യേണ്ടി വരും? ബാങ്ക് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് എന്ത് കംപ്ലീറ്റ് ആവുക? ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ടോട്ടൽ എഴുതി വെക്കണം. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് റിട്ടയർമെന്റിന്റെ ഉള്ളൂ. റിട്ടയർമെന്റിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. JLP കൃത്യമായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ഗുഡ് വില്ലിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, റീവാലുവേഷൻ കൃത്യമായി ചെയ്യുക. അതിൽ JLP റീവാലുവേഷനിൽ അസറ്റ് പോലെ ചിന്തിച്ചിട്ട് ബാലൻസ് ഷീറ്റിൽ ഇല്ല എന്നാണെങ്കിൽ അസറ്റിന്റെ വാല്യൂ 0 പോലെ ചിന്തിക്കുക. ഉണ്ട് എന്നാണെങ്കിൽ സാധാരണ അസറ്റ് പോലെ ഡിഫറൻസ് മാത്രം ഇവിടെ കാണിക്കുക, റിവാലുവേഷനിൽ കാണിക്കുക. റിസർവ്സ് ഉണ്ട് എന്നാണെങ്കിൽ JLP റിസർവ് സാധാരണ റിസർവ്സിനെ പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്ത പുതിയ ചില റിസർവ്സിന്റെ വലിയ റിസർവ്സിന്റെ പേരുണ്ടാവും. ജനറൽ റിസർവ്സ്, P&L റിസർവ്സ് പോലെ അല്ലാത്ത വേറെ പല റിസർവ്സിന്റെ പേരും ഉണ്ടാവും. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ അത് ഫുള്ളി എന്ത് ചെയ്യാം?
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സാധാരണ റിസർവ്സ് പോലെ. പിന്നെ ചില ക്വസ്റ്റ്യൻ പറയും ഈ റിസർവ്സ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്, അത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ആ റിസർവ്സിന് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, അത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ കീപ്പ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പറയും ഇന്ന് ഇത്ര എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇന്ന എമൗണ്ട് ചെയ്യണ്ട. ഓക്കെ. പിന്നെ ചില നോർമൽ ഇപ്പൊ ജനറൽ റിസർവ് ഇന്നലെ കണ്ട പോലെ ഇന്നലെ ഒരു ക്വസ്റ്റ്യനെ കണ്ടിട്ടില്ലേ, ആ റിസർവ് എന്താ ചെയ്യാൻ പാടില്ല, പാർട്ട്നേഴ്സിന് കൊടുക്കണം, ബട്ട് അത് ബാലൻസ് ഷീറ്റിന് എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഒന്നിക്ക് രണ്ട് ഓപ്ഷൻ, അതായത് ഒന്നിക്കിന് എന്ത് ചെയ്യാം, അതില് റിട്ടയർ ആവുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർ, അതായത് അവരെ സാക്രിഫൈസ് ചെയ്യുന്ന ആൾ ആരാണോ അവർക്ക് അവരെ ഷെയർ എത്രയാണോ അത് ആര് കൊടുക്കുക, ഗെയിൻ ചെയ്യുന്ന ആൾക്കാരെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഹോൾഡറിൽ കൊടുക്കുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, റീവാലുവേഷൻ ചെയ്യുന്നില്ല മെമ്പറാറ്റം, അതേപോലെ ചെയ്താൽ മതി. ആദ്യം റിസർവ് ഹോൾഡറിൽ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ന്യൂല് തിരിച്ചെന്ത് ചെയ്യുക, തിരിച്ച് റിസർവ് കൊണ്ടുവരാം ന്യൂല്. അപ്പൊ എന്തിന്റെ എഫക്ട് വന്നോളും, ആ ഒരു സാക്രിഫൈസിങ് ഗെയിനിങ് എഫക്ട് വന്നോളും. ഓക്കെ, ഗുഡ് വില്ല് ചെയ്യുന്ന അതേ എഫക്ട് ഇല്ലേ, ആ എഫക്ട് അവിടെ വന്നോളും. കാര്യം മനസ്സിലായില്ലേ? സോ അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഗെയിനിങ്, അതായത് സാക്രിഫൈസും ഗെയിനിങ് എഫക്റ്റ് ഇല്ലേ, ആ ആ സാക്രിഫൈസും ഗെയിനിങ്ങിന്റെ കൺസെപ്റ്റ് കാര്യങ്ങളാണ് ആക്ച്വലി പാർട്ണർഷിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ടത് എന്താന്നുള്ളത്. ഓക്കെ, അപ്പം ചെയ്തു നോക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സാക്രിഫൈസും ഗെയിനിങ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള പോസ്റ്റും കാര്യങ്ങൾ അറിയാമെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഈസിയാണ് ആക്ച്വലി. ഓക്കെ, അപ്പം അത് ചെയ്യുക. പിന്നെ ഇന്നലെ അതായത് അഡ്മിഷന്റെ കേസിൽ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പക്കാ ഈ ഗെയിനിങ് സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ മുമ്പ് ഞാൻ ഒരു റിവിഷൻ ക്ലാസ് പോലെ മുമ്പത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അത് ഇതേപോലെ എൻ്റെ ചാനലിൽ തന്നെ അതിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രത്യേക ഒരു ഇൻസിഡന്റ് വന്നിട്ട് ഓൺലൈനിലാക്കിയപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അത് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അത് ജസ്റ്റ് കണ്ടു നോക്കുക. അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കേട്ട് നോക്കുക. എന്നിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും മടിക്കണ്ട, കൂളായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കാം. ഓക്കെ, അപ്പോൾ ബൈ.